പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ തട്ടകമായ പറവൂരിൽ നിന്നാണ് എറണാകുളം പാർലമെന്റ് സ്ഥാനാർത്ഥി കെ.ജെ. ഷൈനെ CPIM കണ്ടെത്തിയിരിക്കുന്നത്. നല്ല പ്രാസംഗികയും സംഘാടകയുമായ കെ.ജെ. ഷൈനെ പാർട്ടി ചിഹ്നത്തിൽ മത്സരിപ്പിക്കുന്നതിന് പിന്നിൽ സാമുദായിക സമവാക്യവും മാനദണ്ഡമായിട്ടുണ്ട്. പാർട്ടി നൽകിയത് വലിയ അംഗീകാരമാണെന്ന് കെ.ജെ. ഷൈൻ റിപ്പോർട്ടറിനോട് പ്രതികരിച്ചു. എറണാകുളത്ത് CPMനെ സംബന്ധിച്ചിടത്തോളം കെ.ജെ. ഷൈൻ പുതിയൊരു പരീക്ഷണമാണ്. മണ്ഡലത്തിൽ പകുതിയിലേറെ വരുന്ന ലത്തീൻ സമുദായത്തിൽ നിന്ന് യോജിച്ച ഒരാളെ മത്സരിപ്പിക്കാനായി കണ്ടുപിടിക്കുക എന്ന ശ്രമകരമായ ഉദ്യമമാണ് വിജയിച്ചത്. സ്ത്രീ പരിഗണനയും തീരുമാനത്തെ സ്വാധീനിച്ചു. തീരുമാനമായിട്ട് വരികയാണെങ്കിൽ ഒരു സാങ്കല്പികമായിട്ടാണല്ലോ നമ്മൾ പറയുന്നത്. രാഷ്ട്രീയത്തിനപ്പുറത്ത് സ്ത്രീകൾ ഇത് ഏറ്റെടുക്കും എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. പിന്നെ അധ്യാപക സംഘടനയ്ക്കകത്ത് ഉള്ളൊരു പ്രവർത്തനത്തിന്റെ ഭാഗമായി സംഘടനാ ഭേദമന്യേ എല്ലാ അധ്യാപകരും അവർക്ക് കിട്ടിയൊരു അംഗീകാരമായിട്ട് അവർ ഏറ്റെടുക്കും. താഴെ തലത്തിൽ പ്രവർത്തിക്കുന്നതുകൊണ്ട് തൊഴിലാളികളും എല്ലാവരുടെയും ഒരു ഫുൾ സപ്പോർട്ട് ഉണ്ടാകും എന്നുള്ളൊരു ആത്മവിശ്വാസം എനിക്കുണ്ട്. പറവൂർ നഗരസഭയിലെ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായ കെ.ജെ. ഷൈൻ സർവീസ് സംഘടനാ രംഗത്തെ ദീർഘകാല പ്രവർത്തന പരിചയവുമായാണ് പാർലമെന്റിലെ കന്നി മത്സരത്തിന് ഒരുങ്ങുന്നത്. KSTA മുൻ ജില്ലാ സെക്രട്ടറിയാണ് നിലവിൽ സംഘടനയുടെ സംസ്ഥാന സമിതി അംഗം. നമുക്കിപ്പോ ഒരു പാർട്ടിക്കൊരു പോളിസി ഉണ്ട്. ഗൈഡ് ചെയ്യാൻ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പാർലമെന്റേറിയൻസ് ഉണ്ട്, MLA മാരുണ്ട്, പാർട്ടി ഉണ്ട്. മൊത്തത്തിൽ വലിയൊരു ബാക്ക് ബോൺ സപ്പോർട്ട് നമുക്കുണ്ട്. പറവൂർ നഗരസഭയിൽ 3ാം വട്ടം കൌൺസിലറാണ്. എറണാകുളത്ത് സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിലൊന്നും ഉയർന്നു കേട്ടിട്ടില്ലെങ്കിലും കെ.ജെ. ഷൈൻ പാർട്ടിയിൽ പൊതുസ്വീകാര്യയാണ്. കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ മുൻ നേതാവായ ഡേന്യൂസ് തോമസാണ് ഭർത്താവ്. റിപ്പോർട്ടർ, കൊച്ചി.